യാത്ര ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ഒറ്റയ്ക്കും കൂട്ടുകാർക്കൊപ്പവും കുടുംബത്തോടൊപ്പവും പുതിയ കാഴ്ചകൾ തേടി നമ്മളെല്ലാവരും യാത്ര ചെയ്യാറുണ്ട്. ഓരോ യാത്രയും നമുക്ക് നൽകുന്നത് പുതിയ പുതിയ അനുഭവങ്ങളാണ്. ചിലപ്പോൾ അതുവരെയുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ തന്നെ ഒരു യാത്ര മാറ്റിമറിച്ചേക്കാം. എല്ലാ യാത്രകളും നല്ല അനുഭവങ്ങളെ സമ്മാനിച്ചിട്ടാണ് നമ്മളിൽ നിന്ന് യാത്ര പറയാറ്. എന്നാൽ അപൂർവം ചില യാത്രകളുടെ ഒടുക്കം ദുഃഖത്തിന്റെ കയ്പുനീർ കുടിക്കേണ്ട അവസ്ഥയും പലർക്കും വന്നു ചേരാറുണ്ട്. 2009 ഇറാനിയൻ സംവിധായകനായ അസർ ഫർഹാദി രചനയും സംവിധാനം നിർവഹിച്ച പേർഷ്യൻ മൂവിയാണ് എബൌട്ട് ഡൽഹി. ജീവിതഗന്ധിയായ കഥയും പശ്ചാത്തലവുമാണ് ഫർഹാദി ചിത്രങ്ങളുടെ മുഖമുദ്ര. തികച്ചും സാധാരണം എന്ന് നമുക്ക് തോന്നുന്ന കഥാപശ്ചാത്തലവും അതിൽ അസാധാരണ മികവ് പ്രകടിപ്പിക്കുന്ന അഭിനയ പ്രതിഭകൾ കഥാപാത്രങ്ങളായി പകർന്നാടുന്ന വിസ്മയ കാഴ്ച എല്ലാ ഫർഹാദി ചിത്രങ്ങളുടെയും പ്രത്യേകതയാണ്. കഥയെയും കഥാപാത്രങ്ങളെയും കാഴ്ചക്കാരന് ചുറ്റും അണിനിരത്തി തന്റെ സിനിമ ഒരു മികച്ച അനുഭവമാക്കുന്ന ജാലവിദ്യ എബൌട്ട് ഡൽഹിയിലും ഫർഹാദി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മൂന്ന് ദിവസത്തെ അവധിക്കാലം ആഘോഷിക്കാനായി കാസ്പിയൻ കടൽ തീരത്തേക്ക് മുൻകാല സഹപാഠികളും അവരുടെ കുടുംബാംഗങ്ങളും യാത്ര ചെയ്യുന്നിടത്താണ് എബൌട്ട് ഡൽഹിയുടെ കഥ ആരംഭിക്കും. യാത്ര പ്ലാൻ ചെയ്തതും അത് എക്സിക്യൂട്ടീവ് ചെയ്യുന്നതും കൂട്ടത്തിൽ കാര്യപ്രാപ്തി അല്പം കൂടുതലുള്ള സെഫിദ എന്ന സ്ത്രീയാണ്. സെഫിദയുടെ ഇളയമകൾ പഠിക്കുന്ന കിൻഡർ ഗാർഡനിലെ അധ്യാപികയാണ് എല്ലി. 3 സുഹൃത്തുക്കളും അവരുടെ കുടുംബാംഗങ്ങളും ചേർന്ന് നടത്തുന്ന യാത്രയിൽ എല്ലിയെ നിർബന്ധിച്ചു കൊണ്ടുവന്നതിൽ സെഫിദയ്ക്ക് മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട്. അവളുടെ സുഹൃത്തായ അഹമ്മദ് അടുത്തിടെയാണ് വിവാഹമോചനം നേടിയത്. ഈ യാത്രയിൽ അയാളും ഇവർക്കൊപ്പം ഉണ്ട്. എല്ലി അഹമ്മദിനെ പരിചയപ്പെടുത്തുക എന്നതാണ് സെഫിദയുടെ പ്രധാന ലക്ഷ്യം. ഗ്രൂപ്പിലെ മറ്റാർക്കും ഇതിനു മുമ്പ് എല്ലിയെ പരിചയവുമില്ല. കടൽ തീരത്ത് തന്നെയുള്ള ഒരു വേനൽക്കാല വസതി 3 ദിവസത്തേക്ക് സെഫിദ ബുക്ക് ചെയ്തിരുന്നു. പക്ഷെ വീടിന്റെ ഉടമ എത്താൻ ഒരു ദിവസം കൂടി വൈകുമെന്ന് അറിഞ്ഞതിനാൽ കടൽ തീരത്ത് തന്നെയുള്ള മറ്റൊരു പഴയ വീട് വൃത്തിയാക്കി അവർ താൽക്കാലികമായി അവിടെ താമസം തുടങ്ങുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞ് സെഫിദയും സൊഹറ എന്ന കൂട്ടത്തിലെ വേറൊരു സ്ത്രീയും കൂടി നഗരത്തിൽ ഷോപ്പിങ്ങിന് പോകാൻ പ്ലാൻ ചെയ്തു. എല്ലിക്ക് എന്തെങ്കിലും വാങ്ങാനുണ്ടോ എന്ന് സെഫിദ അന്വേഷിക്കും. തനിക്ക് പിറ്റേ ദിവസത്തേക്ക് ടെഹ്റാനിലേക്ക് ഒരു ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനുണ്ടെന്ന് എല്ലി പറയുന്നു. എല്ലിയുടെ അമ്മ ഒരു ഹാർട്ട് സർജറി കഴിഞ്ഞിട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് അടുത്ത ദിവസം തന്നെ ടെഹ്റാനിലേക്ക് മടങ്ങി പോകണമെന്നുണ്ട്. എന്നാൽ എല്ലി പിറ്റേന്ന് മടങ്ങി പോയി കഴിഞ്ഞാൽ തന്റെ ഉദ്ദേശം നടക്കില്ല എന്ന് മനസ്സിലാക്കിയ സെഫിദ 2 ദിവസം കൂടി തങ്ങൾക്കൊപ്പം നിൽക്കാനായിട്ട് എല്ലിയെ നിർബന്ധിക്കുകയാണ്. താൻ പോകുന്ന സമയത്ത് എല്ലി എങ്ങാനും ടെഹ്റാനിലേക്ക് മടങ്ങി പോവോ എന്ന് സംശയിച്ച സെഫിദ എല്ലിയുടെ ബാഗ് എടുത്ത് ഒളിപ്പിച്ചു. അതിനുശേഷം സെഫിദയും സൊഹറയും കൂടി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് കാറെടുത്ത് പോവുകയാണ്. ഈ സമയം ഗ്രൂപ്പിലെ ആണുങ്ങളെല്ലാവരും കൂടി വീടിന്റെ മറ്റൊരു ഭാഗത്ത് വോളിബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളെല്ലാം കടൽ തീരത്ത് ഓടിക്കളിക്കുകയും പട്ടം പറത്തുകയൊക്കെ ചെയ്യാണ്. കുട്ടികളെ ശ്രദ്ധിക്കാനായിട്ട് എല്ലിയെ ചുമതലപ്പെടുത്തിയിട്ട് അതുവരെ കുട്ടികൾക്കൊപ്പം ഉണ്ടായിരുന്ന നാസി എന്ന സ്ത്രീ സൂപ്പ് ഉണ്ടാക്കാനായിട്ട് അടുക്കളയിലേക്ക് പോയി. എന്നാൽ അല്പം കഴിഞ്ഞ് കൂട്ടത്തിൽ ഒരു കുട്ടി കടലിൽ വീണുപോയി എന്ന് സെഫിദയുടെ മകൾ മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന മുതിർന്നവരുടെ അടുത്തു വന്ന് പറയുകയാണ്. എല്ലാവരും കൂടി വേഗം ഇറങ്ങി കടലിറങ്ങി കുട്ടിയെ തിരയുന്നു. അധികം വൈകാതെ അവർ കടലിൽ നിന്നും കുട്ടിയെ രക്ഷിച്ച് കരയിൽ എത്തിക്കുകയും ചെയ്യും. അപ്പോഴാണ് കുട്ടികൾക്കൊപ്പം ഉണ്ടായിരുന്ന എല്ലിയെ കാണാനില്ലെന്ന സത്യം അവർ മനസ്സിലാക്കി. ഇവിടെ മുതൽ കഥയുടെയും കഥാപാത്രങ്ങളെയും കാഴ്ചക്കാരുടെയും ഞരമ്പുകൾ വലിഞ്ഞു മുറുകയാണ്. റിയലിസ്റ്റിക് മെത്തേഡിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയ്ക്ക് പ്രേക്ഷകനെ കഥയുടെ ഭൂമികയിലേക്ക് എത്രത്തോളം ഇൻവോൾവ് ചെയ്യിക്കാൻ കഴിയുമെന്നതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് ഫർഹാദിയുടെ എബൌട്ട് ഡൽഹി. ഈ സിനിമയിൽ എല്ലാവരും തന്നെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. പേർഷ്യൻ സിനിമകളിലൂടെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പ്രശസ്തയായ ഗോൾഷിഫ്തെ ഫർഹാനിയാണ് സെഫിദയായിട്ട് വേഷമിട്ടിരിക്കുന്നത്. എബൌട്ട് ഡൽഹിയിലൂടെ സങ്കീർണമായ ഒരു കഥയല്ല ഫർഹാദി പറയുന്നത്. സാധാരണ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരവസ്ഥ എങ്ങനെ സങ്കീർണമാകുന്നു എന്നാണ് ഈ സിനിമയിലൂടെ അദ്ദേഹം കാണിച്ചിരുന്നത്. ചിലരുടെ നിരുപദ്രവങ്ങൾ എന്ന് നമ്മൾ കരുതുന്ന നുണകളും അർത്ഥസത്യങ്ങളും ഒക്കെ മറ്റുള്ളവരുടെ ജീവിതത്തെ എങ്ങനെ പിടിച്ചുലയ്ക്കുന്നു എന്ന എബൌട്ട് ഡൽഹിയിലൂടെ നമുക്ക് മനസ്സിലാവും. 2009 ബെർലിൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സംവിധായകനുള്ള പുരസ്കാരം എബൌട്ട് ഡൽഹിയിലൂടെ അസർ ഫർഹാദി നേടിയെടുത്തു. സിനിമയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ കാണുക, കണ്ടവർ കമന്റ് ചെയ്യുക. മറ്റൊരു ലോക സിനിമയിലെ മികച്ച ചിത്രവുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.